എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ കുറേ പേര് കുറേ നാളുകളായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാ വീഡിയോൻ്റെ താഴെയും ഈ ഒരു വീഡിയോന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനിയും അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കഷ്ടപ്പെട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് പരത്തി വെച്ചിട്ട് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും ബിസിയാണ്, വീഡിയോ എടുക്കാനൊന്നും ആർക്കും ഒഴിവില്ലായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അതുകൊണ്ട് കുറച്ച് ഷേക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ ട്രൈപോഡ് വെച്ച് സ്റ്റില്ലായിട്ട് നിർത്തിയിട്ട് എടുക്കാൻ പറ്റുന്നൊരു വീഡിയോ അല്ലല്ലോ. അപ്പോൾ ഞാൻ തന്നെ എടുത്ത് കാണിച്ചു തരാൻ വേണം, ഞാൻ തന്നെ ഷൂട്ട് ചെയ്യാൻ വേണം. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഷേക്കിങ്ങും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് കണ്ടു നോക്കാം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം. പിന്നെ ഒരു കാര്യം, എല്ലാത്തിൻ്റെയും വിലയൊന്നും എനിക്കറിയില്ല. അറിയുന്നതിൻ്റെ വിലകളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മാക്സിമം പറയാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ കുറേ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ സൂക്ഷിച്ച് വെക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒന്നും അങ്ങനെ കേടാവാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ബീഡ്സ് ആണ്, പലതരത്തിലുള്ള മുത്തുകൾ. അപ്പോൾ നമുക്ക് മാലയൊക്കെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ക്രാഫ്റ്റിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ക്രിസ്റ്റലിൻ്റെയാണ്, കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇതൊക്കെ സാധാരണ ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറഞ്ഞുകൊണ്ട് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കുറേയൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ചൊക്കെ ഡിസ്കൗണ്ടൊക്കെ ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ്. കുറച്ച് വർഷങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നും ആ ഒരു കറക്റ്റ് വില എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ബീഡ്സിൻ്റെയൊക്കെ ഒരു റേറ്റ് ഏകദേശം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി ആമസോണിൽ സെർച്ച് ചെയ്തപ്പോൾ 200 പീസിന് 120, അതുപോലെ 199 അങ്ങനത്തെയൊക്കെ ആ ഒരു റേറ്റാണ് കണ്ടത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന ആ ഒരു ബീഡ്സിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസം വരുമായിരിക്കും. പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നത് തെർമോകോൾ ബോൾസ് ആണ്. കണ്ടോ, ഇത് 5000 പീസിൻ്റെ ഒരു ഇതിന് 189 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ലതാണിത്, നമുക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ്. ചെറിയ പാക്കറ്റൊക്കെ ചെറിയ വിലയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ലോക്കൽ ഷോപ്പുകളിലും നമുക്കിത് അവൈലബിൾ ആണ്. പല കളറിലുള്ളതൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ വെള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വാങ്ങിച്ചാൽ എല്ലാവർക്കും തന്നെ ക്രാഫ്റ്റിന് വളരെ യൂസ്ഫുള്ളായിരിക്കും. പിന്നെ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോം ഷീറ്റ്, അതുപോലെ ഗ്ലിറ്റർ പേപ്പർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. കളർ പേപ്പർ ഒക്കെ ഉണ്ട്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഫോം ഷീറ്റാണ്. ഇതിന് ഒരു 129 രൂപയാണ് 10 എണ്ണത്തിൻ്റെ ആ ഒരു പാക്കറ്റിന്. പല കളറിലുള്ള 10 എണ്ണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വില ഞാൻ ആമസോൺ റേറ്റാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചതും. അപ്പോൾ ഇനി നമുക്കതുപോലെ തന്നെ ഇതിൻ്റെ ഗ്ലിറ്റർ ഉണ്ട്, കണ്ടില്ലേ, ഇങ്ങനത്തെ തിളങ്ങുന്നത്. അതിന് 136 രൂപയാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കണ്ടപ്പോൾ 10 രൂപയാണ് ഒരെണ്ണത്തിന് ഉണ്ടായിരുന്നത് കേട്ടോ. ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. ഇതുപോലത്തെ ഫോം ഷീറ്റ് വെച്ചിട്ട് ഞാൻ സോപ്പിൻ്റെ കാലിയായിട്ടുള്ള ബോക്സ് വെച്ചിട്ട് ഒരു പേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അതുപോലെ നമുക്ക് ഒരുപാട് ക്രാഫ്റ്റുകൾ ഇത് വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇപ്പോൾ കാണുന്നത് കളർ പേപ്പറാണ്, കണ്ടില്ലേ, ഇങ്ങനത്തെ 2 സെറ്റ് കളർ പേപ്പർ ഉണ്ട് ഇത്. അപ്പോൾ കളർ പേപ്പറിൻ്റെ ഒരു റേറ്റ് പറയുകയാണെങ്കിൽ 100 എണ്ണം A4 സൈസിലുള്ളത് 199 രൂപയാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ ആമസോണിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ഈ കളർ പേപ്പർ നമുക്ക് ലോക്കലായിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പിൽ ചോദിച്ചാൽ കിട്ടും. അപ്പോൾ നമുക്ക് എണ്ണീറ്റ് 2 എണ്ണം 3 എണ്ണം അങ്ങനെയൊക്കെ പല കളറിൽ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ 2 രൂപയാണെന്ന് തോന്നുന്നു ഒരെണ്ണത്തിൻ്റെ വില വരുന്നത്. ഇനി ഇതുപോലത്തെ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പ്രിൻറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒട്ടിക്കാനൊക്കെ എടുക്കാം ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത്. കണ്ടില്ലേ, A4 സൈസിൽ തന്നെയാണ്. അപ്പോൾ 20 എണ്ണമാണ് ഇതുള്ളത്. പല പല ഡിസൈൻസ് ആയിരിക്കും ഓരോ ഷീറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു 20 എണ്ണത്തിൻ്റെ ഷീറ്റിന് 225 രൂപയാണ് കേട്ടോ ആമസോൺ റേറ്റ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് സിംഗിളായിട്ടും ഇത് വാങ്ങിക്കാൻ കിട്ടും. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല ഭംഗിയുള്ള ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് നല്ലൊരു ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, മരുന്നിൻ്റെ ഒഴിഞ്ഞിട്ടുള്ള ആ ഒരു ബോക്സൊക്കെ വെച്ചിട്ട്. അപ്പോൾ അന്നൊക്കെ ആരൊക്കെയോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ. അപ്പോൾ അത് ആമസോണിൽ നിന്നാണ് കേട്ടോ. അവരിപ്പോൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? നമ്മൾ നേരത്തെ കുറേ മുത്തുകളൊക്കെ കാണിച്ചില്ലേ, ആ മുത്തുകളുടെ 2 സൈഡിലും ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമ്മൾ മാലയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ഇത് ഉപയോഗിക്കുക. അപ്പോൾ ഇതിനെ ക്യാപ്പ് എന്നാ മറ്റാണെന്ന് തോന്നുന്നു പറയുക. ഇനി അതുപോലെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പേപ്പർ സ്ട്രിപ്പുകളാണ്. അപ്പോൾ ഒരു സമയത്ത് പേപ്പർ കമ്മലൊക്കെ വലിയ ഫാഷൻ ആയിരുന്നില്ലേ, ആ ഒരു പേപ്പർ സ്ട്രിപ്പുകളാണിത്. ഇത് ഒരെണ്ണത്തിൻ്റെ പാക്കറ്റിന് 20 രൂപയാണ്. ഒരുപാട് സ്ട്രിപ്പുകൾ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ, പല പല കളേഴ്സിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും.
പിന്നെ ഇപ്പോൾ കാണുന്നത് പകുതി ഉള്ള മോഡൽ സെമി പേൾസ് എന്നാണ് ഇതിനെ പറയുക. ഒരു മുത്തിൻ്റെ പകുതി അങ്ങനെയാണ് ഉണ്ടാവുക. നമുക്ക് പല പല ക്രാഫ്റ്റിലും ഇത് ഒട്ടിക്കാനൊക്കെ ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഒരു 100 ഗ്രാമിന് 199 രൂപയാണ് കേട്ടോ. കുറേ എണ്ണം ഉണ്ട്, കണ്ടില്ലേ ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഒട്ടിക്കുമ്പോൾ ഒരു സൈഡ് ഇങ്ങനെ പരന്നിട്ടിരിക്കുന്നതുകൊണ്ട് ഒട്ടിക്കാൻ പറ്റുമല്ലോ. മുത്തു പോലെ ആയിരിക്കില്ല ഇത്. അപ്പോൾ പല കളേഴ്സിൽ നമുക്കിത് കിട്ടും കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ ബോട്ടിലൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോൾ അതിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് ഒരു 5 രൂപയാണ് ഇതിൻ്റെ വില കേട്ടോ. സ്പോഞ്ച് ഒട്ടിച്ചിട്ടുള്ളതാണിത്. പിന്നെ ഇനി എന്താ, ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ലേസുകളാണ് പലതരത്തിലുള്ളത്. കണ്ടോ, ഇതൊക്കെ ഒരേ റോളായിട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതൊക്കെ 1 മീറ്ററിന് 30 രൂപ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് പല പല ക്രാഫ്റ്റിനും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഡ്രസ്സിലൊക്കെ വയ്ക്കാനും ഇത് പറ്റും കേട്ടോ. ചുരിദാറിൻ്റെയൊക്കെ നെക്കിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ നന്നായിട്ടുണ്ട്. ഇതിങ്ങനെ തൂങ്ങി കിടക്കുന്ന മോഡലുള്ള ലൈസാണ് കേട്ടോ, കണ്ടില്ലേ. വെള്ളയും മഞ്ഞയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഇതിന് എത്ര വിലയാണെന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല കറക്റ്റായിട്ട്. കണ്ടോ, ഇത് അതുപോലെ തന്നെ ഉള്ളിലൊരു മിറർ പോലെ തോന്നിക്കുന്ന തരത്തിലുള്ളൊരു ലേസാണ്. ഇതിന് 250, 300 ആ ഒരു റേഞ്ചിലാണെന്ന് എൻ്റെ ഓർമ്മ. കണ്ടോ, അത് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഇതും വേറൊരു തരത്തിലുള്ള ലേസാണ്. ഒക്കെ ആ ഒരു 250, 300 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് എല്ലാത്തിൻ്റെയും വില. ഒരുപാടുണ്ട് ഇത്, കണ്ടില്ലേ. ആ റോള് ഫുള്ളായിട്ടുണ്ട്. ഇത് ഞാൻ ഒട്ടും പൊട്ടിച്ചിട്ട് തന്നെ ഇല്ല, അതിൽ ഒട്ടും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അതുപോലെ കുറച്ച് ലേസുകളും കൂടി ഉണ്ട് എൻ്റെ കയ്യിൽ. കണ്ടോ, ഇത് അതിൻ്റെ പോലെ തന്നെ വേറൊരു മോഡൽ ഗോൾഡൻ കളറിലുള്ളതാണ്. കണ്ടോ, നന്നായിട്ടുണ്ട്. ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ്. ഇതൊക്കെ ഞാനിങ്ങനെ ഒന്നിച്ച് ഒരുപാട് വാങ്ങിക്കുമ്പോഴാണ് 250, 300 അങ്ങനെയൊക്കെ വരുന്നത്. നിങ്ങൾക്ക് 1 മീറ്റർ 2 മീറ്റർ അങ്ങനെയൊക്കെ മുറിച്ചിട്ട് വാങ്ങിച്ചാൽ മതി. പിന്നെ ഇത് അതുപോലെ തന്നെ ഒരു ത്രെഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കണ്ടോ, നമ്മുടെ പണ്ടത്തെ കയറുപിരി മാലയ്ക്കില്ലേ, നമ്മൾ ഒരുടനെയൊക്കെ ഉണ്ടായിരുന്നു ഗോൾഡിൻ്റെ, അതിൻ്റെ ആ ഒരു മോഡലിലാണ്. നന്നായിട്ട് ഫാഷനായിരുന്നില്ലേ പണ്ടൊക്കെ, അങ്ങനത്തെ ആ ഒരു മോഡൽ നമുക്ക് ബോട്ടിലിൻ്റെ നെക്കിൽ ചുറ്റി കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ഒരു ത്രെഡിന് 159 രൂപയാണ് കേട്ടോ ഈ ഒരു ഫുൾ പാക്കിന് വില. ഇത് അലുമിനിയത്തിൻ്റെ ഒരു വയറാണ്. ഇതിന് 310 രൂപയാണ് 10 മീറ്ററിൻ്റെ ഈ ഒരു റോളിന് വില കേട്ടോ. നമുക്ക് ഫ്ലവറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് സ്റ്റോൺസാണ്. നമുക്ക് ഡ്രസ്സിലോ അതുപോലെ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഒട്ടിക്കാൻ പറ്റും. ചെറിയ ചെറിയ പാക്കറ്റിന് 10 രൂപ 20 രൂപ അങ്ങനെയൊക്കെയാണ്. കുഞ്ഞു കുഞ്ഞു മണികൾ കണ്ടില്ലേ, ഇതൊക്കെ അങ്ങനത്തെ ഒരു സെറ്റിലുള്ളതാണ്. ഇനി ഇതിൻ്റെ ഇടയിലുള്ളത് എന്താണെന്ന് വെച്ചാൽ കണ്ടോ, ഇത് കോർക്ക് ലൈറ്റാണ്. കണ്ടോ, ഇതിന് നമുക്ക് ബോട്ടിൽ ഇത് വെച്ച് അടയ്ക്കുകയും ചെയ്യാം. അതിൽ ഓൺ ഓഫ് എന്നുള്ള സ്വിച്ചൊക്കെ ഉണ്ട്. പിന്നെ മാല ബൾബ് പോലെ ഒരു കുറച്ച് ലെങ്ത്തിൽ ഇങ്ങനെ ബൾബുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ബോട്ടിൽ ലാമ്പൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 150 രൂപയൊക്കെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു വില വരുന്നത് 2 എണ്ണത്തിന്. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. കറക്റ്റ് എനിക്ക് അത്ര ഓർമ്മയില്ല കേട്ടോ. പിന്നെ അടുത്തതായിട്ട് കാണിച്ചു തരാനുള്ളത് എന്താ, ഇതുപോലത്തെ ടേപ്പുകൾ, ഡബിൾ സൈഡ് ടേപ്പ് നമുക്ക് ഓരോന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒട്ടിച്ച് വയ്ക്കാനായിട്ട്. അതുപോലെ നമ്മുടെ ഇത് ഫ്ലവർ ടേപ്പില്ലേ, പൂവിൻ്റെ ആ ഒരു സ്റ്റെമ്മൊക്കെ ചെയ്യുന്നത്, അതുപോലെ തന്നെ മാസ്കിങ് ടേപ്പ്, അങ്ങനത്തെ പലതരത്തിലുള്ള ടേപ്പുകളും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ കുറച്ചൊക്കെ. അപ്പോൾ സാധാരണ സെല്ലോ ടേപ്പും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഇത് ഗ്ലിറ്റർ പൗഡറാണ്. ഇത് 2-3 കളറൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതൊരു 40 രൂപയാണ് ഒരു പാക്കറ്റിന്. നമ്മൾ അന്നൊരു ദിവസം ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടാക്കിയിരുന്നില്ലേ ഇത് വെച്ചിട്ട്. അപ്പോൾ അത് കുറേ നാളായിട്ടുള്ളതാണ് കേട്ടോ എൻ്റെ കയ്യിൽ. ഇനി അടുത്തതായിട്ട് കാണിച്ചു തരുന്നത് ഇതുപോലത്തെ ടേപ്പുകൾ, വാൻഷി ടേപ്പ് എന്നോ അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ടേപ്പ് എന്നോ ഒക്കെ പറയുന്ന സംഭവങ്ങളാണ്. 10 രൂപയാണ് ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വില. ഇങ്ങനത്തെ എൻ്റെ കയ്യിൽ കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചു തന്നെയാണ് ആമസോണിൽ നിന്ന്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരുമിച്ച് കുറേ എണ്ണം വാങ്ങിച്ചു തരും. കാരണം എപ്പോഴെപ്പോഴും ഇത് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാണ്ടല്ലോ, അതുകൊണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ ആദ്യമൊക്കെ ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ച് കുറവാണ്. പണ്ട് നമ്മുടെ ആ ഒരു ഹാർപ്പിക് ബോട്ടിലിൻ്റെ വീഡിയോ, അതുപോലെ ഐസ്ക്രീം ബോക്സ് ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോസിലൊക്കെ ഇതുണ്ട്. അപ്പോൾ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. സ്റ്റിക്കറല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടിയിരുന്നോളുമല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി അടുത്തതായിട്ട് ഇതുപോലത്തെ വുളൻ ത്രെഡാണ്. ഇതിനൊരു പാക്കറ്റിന് 319 രൂപയാണ് ആമസോണിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ കുറച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്.
ഇനി അടുത്തതായിട്ട് എന്താ ഇതുപോലത്തെ പെയിൻറ്റുകളാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതിൽ അത്രയ്ക്കൊന്നും പറയണില്ല. ഇത് അക്രിലിക് കളേഴ്സാണ്. അപ്പോൾ ഇത് നമുക്ക് ബോട്ടിൽ പെയിൻറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതിൽ മെറ്റാലിക് വരുന്നുണ്ട്, അതുപോലെ പേൾ കളേഴ്സ് ഉണ്ട്, കുറച്ചിങ്ങനെ തിളങ്ങിയിട്ടുള്ളത് അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അത് 20 രൂപ ഒക്കെയാണ് ഇങ്ങനത്തെ ചെറുതിന് വരുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ 150 രൂപയുടെയൊക്കെ വലുതും ഉണ്ട്. ബ്ലാക്ക്, വൈറ്റ്, അങ്ങനെ കുറച്ച് കളേഴ്സൊക്കെ കുറച്ചധികം ഞാൻ വാങ്ങിക്കാറുണ്ട്. അതൊക്കെയാണല്ലോ നമുക്ക് കൂടുതൽ ആവശ്യം വരിക. പിന്നെ ഉള്ളത് അതുപോലെ തന്നെ ഗ്ലാസ് പെയിൻ്റ് ആണ്. ഗ്ലാസ് പെയിൻറ്റിംഗ് ഒന്നും ഞാൻ അധികം ചെയ്യാറില്ല, വല്ലപ്പോഴും മാത്രം. അതുപോലെ 3D ഔട്ട്ലൈനർ ഉണ്ട്, പിന്നെ ഫാബ്രിക് ഗമ്മ്, ഡ്രസ്സിലൊക്കെ ഒട്ടിക്കാനുള്ളത്, അതുപോലെ ഫെവിക്കോള്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇനി അടുത്തത്. ഗ്ലാസ് പെയിൻറ്റിന് 110 രൂപയാണ് ഒരു പാക്കറ്റിന് വില. പിന്നെ സിംഗിളായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഈ 3D ഔട്ട്ലൈനറിനൊക്കെ 20 രൂപ 25 രൂപ അങ്ങനെയൊക്കെയാണ് ഓരോന്നായിട്ട് വാങ്ങിക്കുമ്പോൾ. ഇനി അടുത്തതായിട്ട് ഇതുപോലത്തെ സ്പ്രേ പെയിൻറ്റ്, സ്പ്രേ വാർണിഷ്, ഇതൊക്കെയാണ്. അപ്പോൾ സ്പ്രേ പെയിൻറ്റിനൊക്കെ ഒരു 249 രൂപയ്ക്കാണ് ഇതുപോലത്തെ ബോട്ടിലിന് വില. അതുപോലെ സ്പ്രേ വാർണിഷിന് 390 രൂപയാണ് കേട്ടോ. അപ്പോൾ സ്പ്രേ വാർണിഷിന് പകരം നമ്മൾ സാധാരണ വാർണിഷായിട്ട് വാങ്ങിക്കില്ലേ, ബോട്ടിലായിട്ട്, അങ്ങനെ വാങ്ങിക്കുമ്പോൾ 70 രൂപ 80 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് പാടാണെന്ന് മാത്രം പെയിൻറ്റ് ചെയ്യേണ്ട. ഇതാകുമ്പോൾ സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ വേഗം തീരുമല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പെയിൻറ്റിൻ്റെ കാര്യങ്ങൾ. ഇനി ഇതെന്താണെന്ന് വെച്ചാൽ ക്ലേ ആണ്. അപ്പോൾ ടെറാക്കോട്ട എന്ന് പറയും. നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല ഭംഗിയുള്ള കൊട്ടക്കമ്മലൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ ഇത് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഉടനെ എനിക്ക് ഭയങ്കര ക്രേസായിരുന്നു അങ്ങനെ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ്, ഒരുപാട് നാളായിട്ടുണ്ട്. പക്ഷെ ഒന്നും കേടായിട്ടൊന്നുമില്ല. ഇത് വെച്ച് നമുക്ക് നല്ല ഭംഗിയിൽ കമ്മലുകൾ വാങ്ങിച്ച് നമ്മുടെ ചുരിദാറിനും സാരിക്കൊക്കെ മാച്ചായിട്ട് പെയിൻ്റൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അന്നൊക്കെ ഞാൻ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കാണിച്ചു തരാൻ പോലും അത്രയൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ എവിടെയൊക്കെയോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു ക്രേസൊക്കെ മാറി. അപ്പോൾ അത് അന്ന് വാങ്ങിച്ചിട്ടുള്ള സംഭവമാണ് ഇത് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ ഞാനിങ്ങനെ ഇരുന്ന് കുഴയ്ക്കുന്നത്, അതുപോലെ കുഴച്ചിട്ട് നല്ല ഷേപ്പുകൾ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുക. എന്നിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പെയിൻറ്റ് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി കേട്ടോ. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒരു ദിവസം കാണിച്ചു തരാം. ഈ കാണുന്ന ഇതൊക്കെ അതിനുള്ള മൗൾഡുകളാണ്. ഇതൊക്കെ ഇരുന്ന് പൊടി പിടിച്ചു കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കമ്മലൊക്കെ ഭംഗിയിൽ സെറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നത് സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു ലേസാണ്, കണ്ടോ. ഇത് നല്ല ഭംഗിയാണ്. വേണമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. ഇതൊക്കെ വെച്ചിട്ട് ഞാൻ കുറേ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഇതൊരു 1.25 മീറ്റർ, റേറ്റ് ഏകദേശം ഒരു 130 രൂപയോളം വരും കേട്ടോ. ഇത് ക്രാഫ്റ്റിന് ഉപയോഗിക്കുന്ന നൂലാണ്, ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇത് ഒട്ടും തന്നെ പൊട്ടില്ല, അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു 20 രൂപയാന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ്. പിന്നെന്താ നിങ്ങളിപ്പോൾ കാണുന്നത് പേപ്പർ പഞ്ചുകളും പിന്നെ അതുപോലെ പേപ്പർ കമ്മൽ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയൊരു കഷ്ണം പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ടായിട്ട് കിട്ടും കേട്ടോ പേപ്പർ. അതാണ് ഇതൊരു 6 എണ്ണത്തിൻ്റെ സെറ്റൊക്കെയാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക. അതിന് 299 രൂപ വരും കേട്ടോ. ഇനി അടുത്തതായിട്ടുള്ളത് എൻ്റെ ഗ്ലൂ ഗണ്ണുകളാണ്. കണ്ടോ, ഈ റെഡും ഈ ഒരു ബ്ലൂ ആണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്. ബ്ലൂ ആണ് എപ്പോഴും ഉപയോഗിക്കാറുള്ളത്. ഇതിനൊരു 300-നും 350-നും ഇടയിലൊക്കെ ആയിരിക്കും വില സാധാരണ കാണാറുള്ളത്. പല പല വിലകളായിരിക്കും, ഏകദേശം റേഞ്ചാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതുപോലത്തെ സ്റ്റിക്കുകൾ 10 രൂപയ്ക്കും 20 രൂപയ്ക്കൊക്കെ സ്റ്റിക്ക് മാത്രമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. 20 രൂപയുടെ സ്റ്റിക്കിന് നീളം കൂടുതലായിരിക്കും, കൂടുതൽ ഉണ്ടാവും കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് OHP ഷീറ്റാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ ഫ്രെയിമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഗ്ലാസ്സിന് പകരമായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതൊരു 50 എണ്ണത്തിന് 294 രൂപയാണ്. പിന്നെ ലോക്കലായിട്ടുള്ള ഷോപ്പുകളിലൊക്കെ 1-2 ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഓരോ ഷീറ്റിൻ്റെ ഇടയിൽ അവർ ബ്രൗൺ കളറിൽ പേപ്പർ വെച്ചിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ബ്രൗൺ കളറിൽ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയിലുണ്ട്, കാണില്ലേ നിങ്ങൾക്ക് ഷീറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ചും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ എടുത്ത് പരത്തി വെച്ച് ഞാനൊരു കണക്കിനെടുത്ത വീഡിയോ ആണ്. കണ്ടില്ലേ, ഇവിടേക്ക് ആകെ നിറഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം പഴയ സ്ഥലത്തേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരണം. ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ. പിന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഞാനൊന്ന് ആക്റ്റീവ് ആക്കുന്നുണ്ട്. അപ്പോൾ പേജൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഒട്ടും
ഒട്ടും തന്നെ ശ്രദ്ധിക്കാറില്ല, അത് വീഡിയോസൊന്നും അതിലിടാറുമില്ല. അപ്പോൾ ആ ഒരു പേജ് ഇനി മുതൽ ശ്രദ്ധിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് നോക്കിയിട്ട് ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഞാൻ അതിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഒരുപാട് പേരായല്ലോ ചോദിക്കുന്നത്. ഇനിയപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും നന്ദി. താങ്ക്